سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن التقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. നീട്ടാൻ പാടില്ല. വത്തീൻ രണ്ട് ഒന്ന് കേട്ടാവും. ജയ്ത്തൂൻ നീട്ടണം. വത്തീനി വസൈത്തൂൻ ആദ്യത്തെ തീന് നീട്ടാൻ പാടില്ല. ഇനി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നീട്ടാം. വത്തീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വത്തീൻ അങ്ങനെ ഓതാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഫീ എന്നുള്ളത് എന്ത് ചെയ്യണം, 4 മുതൽ 6 കതിർ വരെ നീട്ടണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അലിഫ്, വാവ്, യാ എന്നതിന് ശേഷം ഹംസ എന്ന അക്ഷരം വരിക. അപ്പം എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അലിഫ്, വാവ്, യാൻ്റെ ശേഷം ഹംസ വന്നു. ഇവിടെ ഫീ എന്നതിന് ശേഷം അ എന്ന അക്ഷരം കാണില്ലേ. അപ്പം എന്ത് ചെയ്യണം, 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പം ഫീ അഹ്സനി തഖ്വീം, തഖ്വീമും നീട്ടണം. അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിയമം പറഞ്ഞു. അലിഫ്, വാവ്, യാ എന്നീ ഇതന്നെ സെയിം. അതിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു അക്ഷരം വരിക. ഇവിടെ മീമ് വന്നു പ്ലസ് വഖഫും വരിക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അറബി അക്ഷരമാലയിലെ ഏതെങ്കിലും ഒരു അക്ഷരം വരിക, ഇത് ഏതെങ്കിലും ഒന്നിന് ശേഷം പിന്നെ വഖഫും വരിക. ഈ മൂന്നും കൂടി ഒത്താൽ എന്ത് ചെയ്യണം, അവിടെയും 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പം എങ്ങനെ ഓതണം, ഫീ അഹ്സനി തഖ്വീം രണ്ടിടത്തും നീട്ടണം. പിന്നെ അലിഫ്, വാവ്, യാ എന്ന് പറയുന്നത് എന്താ, മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. മദ്ദിൻ്റെ അക്ഷരം എങ്ങനെ മനസ്സിലാവുക, മദ്ദിൻ്റെ അക്ഷരം ആണെന്ന് എങ്ങനെ, ആകെ 3 അക്ഷരമേ മദ്ദിൻ്റെ അക്ഷരമുള്ളൂ. മദ് പറഞ്ഞാൽ നീട്ടാനുള്ളത്. അപ്പം നീട്ടാനുള്ള അക്ഷരം 3 ഉള്ളൂ. അലിഫിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരണം. വാവിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ് വരണം. യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റും വരണം. ഇവിടെ നോക്കി നിങ്ങൾ, ഫി എന്നുള്ളിടത്ത് പിന്നെ ഫി എന്നുള്ളതിന് കെസ്റല്ലേ, ഫാവിന് കെസ്റല്ലേ, അതിൻ്റെ ശേഷം യാവും വന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരാണ്. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ എന്ത് ചെയ്യണം, 4 മുതൽ 6 കതിർ വരെ നീട്ടണം.
അപ്പം ആ ഫി എന്നുള്ള മദ്ദിൻ്റെ അക്ഷരമായ യാൻ്റെ ശേഷം ഹംസ വന്നു. അപ്പോൾ ഫീ അഹ്സനി. ഇനി തക്വീം, ഇതന്നെ മദ്ദിൻ്റെ അക്ഷരം. അലിഫ് വാവ് യാ, അതിൻ്റെ ശേഷം അറബി അക്ഷരമാലയിലെ ഒരു ഹർക്കത്തുള്ള അക്ഷരം വരാം. തക്വീം മിൻ എന്നാണ് അവിടെ ഉള്ളത്. മിൻ അല്ലേ ഉള്ളത്, ഖുറാനിൽ മിൻ എന്നല്ലേ. ഖുറാൻ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഹർക്കത്തുള്ള അക്ഷരം അവിടെ നമ്മൾ ബ്രേക്കും പിടിക്കുക. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം പിന്നെ ഹർക്കത്തുള്ള അക്ഷരം വരിക, ബ്രേക്കും പിടിക്കുക. ബ്രേക്കും പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്താവും? സുക്കൂനാവും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതുകൊണ്ടാണ് നമ്മൾ തക്വീം എന്ന് പറയുന്നത്. 2 മദ്ദിനും 2 പേരാണുള്ളത്. ആദ്യം ഹംസ വരുന്നതിന് പറയാം മദ് മുംഫസിൽ അല്ലെങ്കിൽ മുത്തസിൽ. മുത്തസിലും മുംഫസിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇത് മുംഫസിലാണ് ഹംസ വരുന്നത്. ഹംസ വരുമ്പോൾ 2 പേരാണുള്ളത്. ഒന്നുക മുത്തസിലാവും അല്ലെങ്കിൽ മുംഫസിലാവും. മുത്തസിൽ എന്ന് പറയുന്നത് ഒരേ പദത്തിൽ വരിക. അപ്പോൾ ഉദാഹരണമായിട്ട് മല ഇക്കത്ത്, കണ്ടോ? ഇത് മല ഇക്കത്ത് വേർതിരിക്കാൻ പറ്റൂല. ഇതൊരൊറ്റ പദം. അങ്ങനെ ഒറ്റ പദത്തിൽ മദ്ദിൻ്റെ അക്ഷരവും ഹംസയും വന്നാൽ അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. എന്നാൽ വേർതിരിക്കാൻ പറ്റണം. അപ്പോൾ ഫീ എന്നുള്ളതും അഹ്സൻ എന്നുള്ളതും 2 പദമാണ്. അങ്ങനെ വന്നാൽ അതിൻ്റെ പേരാണ് മദ് മുംഫസിൽ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നാൽ 4 to 6 വരെ നീട്ടണം. ഇനി അലിഫ് വാവ് ശേഷം അറബി അക്ഷരമാലയിലെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നു, അവിടെ ബ്രേക്കും ചെയ്താൽ അവിടെ എന്ത് ചെയ്യണം? 4 മുതൽ 6 വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ്ദു ആരിദ് എന്ന് പറയുന്നത്. പേരൊന്നും പഠിക്കണമെന്നില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് റദദ്നാഹു, ആകെ ശരിയാണല്ലോ അതും. സുമ്മ ആ മീമൊന്ന് മണിച്ച് ഓതണം. സുമ്മ റദദ്നാഹു. പിന്നെ അ ഉച്ചരിക്കണം. ഖത്തയിൻ്റെ ഹംസയാണ്. അസ്ഫല സാഫിലീൻ. പിന്നെ ഇല്ലല്ലദീന, ആ ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഖത്തയിൻ്റെ ഹംസയാണ്. അല്ലദീനയിൽ അലിഫിന് എന്തില്ല? ആ രണ്ടും വ്യത്യാസം കണ്ടില്ല നിങ്ങൾ? ഇല്ലല്ലദീന ഈ നിട്ടത് ഇവിടെ ഹംസ ഉണ്ട്. അല്ലദീനിൽ എന്താണ്ടുള്ളത്? ചെറിയൊരു കുട്ടിസാദ ഉള്ളത് അല്ലേ? ഇത് ഖത്തഇൻ്റെ ഹംസയാണ്. ഇത് നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഇത് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇല്ലല്ലദീനയിൽ ഈ ഉച്ചരിക്കണം. അല്ലദീൻ എന്തുകൊണ്ട് ഉച്ചരിക്കണില്ല? അത് വസിലിൻ്റെ ഹംസയാണ്. ആദ്യത്തത് ഈ ഖത്തഇൻ്റെ ഹംസയാണ്. വസിലിൻ്റെ ഹംസൻ്റെ പ്രത്യേകത കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ബിസ്മില്ലാഹി, മി അല്ലാഹി എന്നല്ലേ ഖുറാനിലുള്ളത്. പക്ഷെ നമ്മൾ ഓതുന്നത് എന്താ? ബിസ്മില്ലാഹി. ആ ഉച്ചരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് പിന്നെ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ആമനു വ അമിലു. ആമനു കഴിഞ്ഞിട്ട് ഒരു അലിഫ് കണ്ടില്ലേ നിങ്ങൾ? ആമനു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലിഫ് കണ്ടില്ലേ? അതിമ സുക്കൂൻ കണ്ടില്ലേ? അത് ആമനു എന്ന് ഓതാൻ പോണ്ട. ആ അലിഫിന് ഉച്ചാരണമല്ല എന്ന് കാണിക്കാനാണ് ഈ റൗണ്ട് അബൌട്ട് രൂപത്തിലുള്ള സുക്കൂൻ ഇടേണ്ടത്. അലിഫിൻ്റെ മുകളിലോ വാവിൻ്റെ മുകളിലോ യാഇൻ്റെ മുകളിലോ റൗണ്ട് അബൌട്ട് രൂപത്തിലുള്ള സുക്കൂൻ ഇട്ടാൽ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഓതണം? ആമനു. അതേപോലെ കഫറു, ആ രൂപത്തിലാണ് വരിക. അങ്ങനെയല്ലേ നിങ്ങളതിൽ കാണുന്നത്? ഇല്ലല്ലദീന ആമനു എന്ന് ഓതണ്ട എന്നർത്ഥം. ആമനു വ അമിലു, അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വ അമിലു സ്വാലിഹാത്തി, അവിടെ അലിഫിന് ഉച്ചാരണമില്ലാത്ത പിന്നെ വസിലിൻ്റെ ഹംസ ആയതുകൊണ്ട് ലാമിനും ഉച്ചാരണമില്ല. പിന്നെ ഷംസി ആയതുകൊണ്ട്. പിന്നെ ഫലഹും അജ്റുൻ, ആ ഉച്ചരിക്കണം അവിടെ. ഫലഹും, ആ മീമിന് എന്ത് ചെയ്താൽ മതി? ഇദ്ഹാർ ചെയ്താൽ മതി. അജ്റുൻ എന്ന് പറഞ്ഞു കൊടുത്ത നിങ്ങൾ കണ്ടില്ലേ? ഒരു എങ്ങനെയാണ് ആ പിന്നെ തൻവീൻ ഇട്ടത്? അജ്റുന്നില്ലോടത്ത് ഒരു ലൊമ്മ് ഇങ്ങനെയും ഒരു ലൊമ്മ് ഇങ്ങനെ ചെരിച്ചുവിട്ടുണ്ടില്ലേ? നിങ്ങൾ കമഴ്ത്തിയിട്ടുണ്ടില്ലേ? ഇങ്ങനെയാണോട്ട്? അല്ല, ഒന്നിങ്ങനെയും ഒന്ന് കമഴ്ത്തിയിട്ടുണ്ട്. എന്താ വ്യത്യാസം? ഇങ്ങനെ ഇട്ടാൽ ഒരു ലൊമ്മ് ഇങ്ങനെയും മറ്റേ ലൊമ്മ് കമഴ്ത്തിയിട്ടാൽ അവിടെ നിങ്ങളത് ഇൽഹാറാക്കാനാണ്. ആ സിഗ്നൽ എന്തിനാണ്? ഇൽഹാർ ചെയ്യാനാണ്. അപ്പോൾ അജ്റുൻ എന്ന് പറഞ്ഞാൽ മതി. മണിക്കാൻ പോണ്ട, ഇഫ്ഫാ ചെയ്യാനും പോണ്ട. അജ്റുൻ എന്ന് മാത്രം പറയാം. എന്നാൽ 2 ലൊമ്മും ഒപ്പരട്ടാലോ? അത് വന്നവിടെ നോക്കിയാണ് 2 ലൊമ്മും ഒപ്പരം വന്ന്. ഇപ്പം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ, കണ്ടോ? ആ 2 ഖൈറുന്നിലോടത്ത് ലൊമ്മ എങ്ങനെ ഇട്ടത്? ഒപ്പരാണ് അല്ലേ? ഖൈറുന്നിലോടത്ത് കണ്ടില്ലേ? അവിടെ
ഒരേ രൂപത്തിലാണ് ഇട്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? മണിക്കണം. അങ്ങനെ ലൊമ്മ് ഒപ്പരം വന്നാൽ മണിക്കണം. ഖൈറും മിൻ, ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒപ്പരം അല്ലെങ്കിൽ ഒന്ന് നേരെയും ഒന്ന് കമഴ്ത്തി ഇട്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് ഇദ്ഹാർ ചെയ്യാണ് വേണ്ടത്, മണിക്കാൻ പാടില്ല. അപ്പം ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇനി എല്ലാവരും കൂടി അതൊന്ന് ഓതിക്കാൻ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഞാൻ അർത്ഥം പറഞ്ഞോളി. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്താ അർത്ഥം? ഏറ്റവും നല്ല ഘടനയിൽ, നല്ല ഘടനയിൽ നല്ല ഏറ്റവും കുറ്റമറ്റ ഘടനയിലാണ് മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു അല്ലേ? സുമ്മ, പിന്നെ റദദ്നാഹു, നാം അവനെ മടക്കുകയും ചെയ്തു. എങ്ങനെ? അസ്ഫല സാഫിലീൻ. അസ്ഫല എന്ന് പറഞ്ഞാൽ ഏറ്റവും അധമനായി, സാഫിലീൻ അധമന്മാരിൽ ഏറ്റവും അധമനായി നാം അവനെ മടക്കുകയും ചെയ്യുന്നു. ഇല്ലല്ലദീന ആമനു, എല്ലാവരും ഇല്ല, ഇല്ലല്ലദീന ആമനു വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, ഫലഹും അവർക്കുണ്ട്, അജ്റുൻ പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ മുറിഞ്ഞു പോവാത്ത, നിശ്ചലമാവാത്ത, മുറിഞ്ഞു പോവാത്ത പ്രതിഫലം അവർക്കുണ്ട്. അപ്പോൾ മനുഷ്യനെ ഏറ്റവും കുറ്റമറ്റ ഉത്തമമായ ഘടനയിലാണ് നാം സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ അള്ളാഹു പറയാണ്, അവനെ നാം അധമരിൽ അധമനാക്കുകയും ചെയ്യുന്നു, പതിതരിൽ പതിതനാക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു താല പറയും. എന്താ പൈൽ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം? കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ പറഞ്ഞു. മനുഷ്യന് ഏറ്റവും ഉത്തമമായ ഘടന എന്ന് പറഞ്ഞത് ഒരുപാട് റൂട്ടിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കറങ്ങി അല്ലേ? ഇനി ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ ഘടന ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് എത്താനും ഔന്നത്യത്തിലേക്ക് എത്താനും സാധിക്കും. അതേപോലെ മനുഷ്യന് അള്ളാഹുത്താല പിന്നെ ഏറ്റവും അധമന്മാരിൽ ഏറ്റവും നീചനായി അധപ്പതിക്കാനുള്ള മാർഗവും അവനുണ്ട്. രണ്ട് മാർഗം. എങ്ങനെ മനുഷ്യന് ഉയരുക? ആ ഉയരാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ എങ്ങനെയാണ് അധപ്പതിക്കുക? ആ അധപ്പതിക്കാനുള്ള കാരണം എന്താണ്? ഇതാണ് ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. അള്ളാഹുത്താല പറയണം, വലക്കത് കറംനാ ബനി ആദം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. ബനു ആദമിനെ അള്ളാഹു ആദരിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും അവനെ നാം വാഹനത്തിൽ കയറ്റി. വറസഖ്നാഹും മിന ത്വയ്യിബാത്ത്. വിശിഷ്ടമായ ഭക്ഷണം നാം അവന് റിസ്കായി നൽകി. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. നാം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് അധിക സൃഷ്ടിജാലങ്ങളിലും അവനെ നാം ഉന്നതനാക്കി, ശ്രേഷ്ഠവാനാക്കി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, അവന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളും കഴിവുകളും, ഉയരാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കഴിവുകളും അവന് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഉയരാൻ പറ്റുന്ന നിലവാരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. ഇവിടുന്ന് മനുഷ്യരല്ലാത്ത ആരെങ്കിലും പിന്നെ ചന്ദ്രനിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. എത്ര സൃഷ്ടിജാലങ്ങളുണ്ട് ഇവിടെ. ജീവനുള്ള പറവകളുണ്ട്, നാക്കാലികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. അവരാരും ഇങ്ങനെ ഒരു ചിന്ത തന്നെ അവർക്കില്ല. എന്തേ മനുഷ്യന് മാത്രം അള്ളാഹു അത് നൽകിയത്? അതാണ് ഒന്ന്. അപ്പം മനുഷ്യന് ഉയരാനും ഉന്നതികളിലെത്താനുമുള്ള ഒരുപാട് ടൂൾസ് അള്ളാഹു നൽകിയിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസാണ് ഇത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിച്ചാൽ ഉന്നതരിൽ ഉന്നതനാവാനും അവന് സാധിക്കും. ആ ബുദ്ധി പ്രവർത്തനരഹിതമാക്കിയാൽ അധമരിൽ അധമനാവാനും മനുഷ്യന് സാധിക്കും. അല്ലേ? മനുഷ്യൻ പിന്നെ ഉയർന്നാൽ എവിടെത്തും? മലക്കുകളെക്കാൾ ഉയരാൻ മനുഷ്യന് സാധിക്കും. മലക്കുകളെക്കാൾ അള്ളാഹുവിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് മാത്രം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഉന്നതരായ സൃഷ്ടിജാലമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. ആ മലക്കുകളെക്കാൾ ഉയരാൻ ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. എന്നാൽ ഇങ്ങോട്ട് താഴോട്ട് അധപ്പതിച്ചാലോ? ഇത്ര അധപ്പതിക്കുന്ന മൃഗങ്ങളെക്കാൾ, നാക്കാലികളെക്കാൾ അധപ്പതിക്കാനും ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസാണ് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി ഏതൊന്നിനാണോ നൽകിയത് അതിനു വേണ്ടി ഉപയോഗിച്ചാൽ ഉയരങ്ങൾ കൈയടക്കാനും, ആ ബുദ്ധി പ്രവർത്തനരഹിതമാക്കിയാൽ നാക്കാലികളെക്കാൾ അധപ്പതിച്ച് എന്താ മനുഷ്യൻ ചെയ്യാന്നറിയില്ല. അല്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ മുമ്പിലുള്ള മാതാവിനെ അടിച്ചു കൊള്ളുന്നത്, മക്കളെ ഇടിച്ചു കൊല്ലുന്നത്, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ആത്മഹത്യ ചെയ്യണത്? ആലോചിച്ച് നോക്കൂ. ഇത്ര ഏതെങ്കിലും നാക്കാലി അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ? ഇവിടുത്തെ പോത്തോ ആടോ മൂരിയോ അങ്ങനെ ചെയ്യണ്ടോ? ഇല്ല. പറവകൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. മനുഷ്യന് ആ പറവയേക്കാൾ, ആ നാക്കാലികളെക്കാൾ, ഇഴജന്തുക്കളെക്കാൾ അധപ്പതിക്കാൻ മനുഷ്യന് ഈ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കും. ആ ബുദ്ധി അപ്പോൾ അള്ളാഹു മനുഷ്യന് പുരോഗതിയിലേക്കെത്താൻ നൽകിയ ഒരു ടൂൾസാണ് മനുഷ്യൻ്റെ ബുദ്ധി. ഈ പ്രപഞ്ചം എന്തിനാ അള്ളാഹു നമുക്ക് നൽകിയത്? ഈ പ്രപഞ്ചം സഖറലക്കും മാഫിസ് സമാവാതി മാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയുള്ളതൊക്കെ അള്ളാഹു തആല നിങ്ങൾക്ക് പിന്നെ കീഴടക്കി തന്നിരിക്കുന്നു, എന്ന് പറഞ്ഞാൽ തസ്ഖീറാക്കി തന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? ആ ആകാശഭൂമികളുടെ പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യത്തെപ്പറ്റി മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടെത്താൻ മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം അവന് കീഴൊതുക്കി തന്നത്. ഇനിയോ അവൻ്റെ ബുദ്ധി, ഇനിയോ മറ്റൊരു ഇസ്ലാമിക ശരീഅത്ത്, ശറഅ്. എന്തിനാ ശറഅ് ഉണ്ടാക്കി തന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്തിനാ ശറഅ്? എന്തിനാ കുറെ പ്രവാചകന്മാർ? എന്തിനാ കുറെ വേദഗ്രന്ഥം? ഇതൊക്കെ എന്തിനാ അല്ലാഹു തആല നമുക്ക് നൽകിയത്? മനുഷ്യന് അവൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാം കണ്ടെത്താൻ സാധിക്കൂല. കയ്യോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞങ്ങൾക്ക് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ ബൾബ് കത്തുമ്പോൾ ആ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, അത് കത്തുണ്ട്, അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. ആ കറണ്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കറണ്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പം കാണാത്ത ആ കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ പിന്നെ മനസ്സിലാക്കുന്നത്? നമ്മളെ ബുദ്ധി ഉപയോഗിച്ചു കൊണ്ടാണ്. അല്ലേ? ബുദ്ധി ഉപയോഗിച്ചു കൊണ്ടാണ്. അപ്പം ആലോചിച്ച് നോക്കൂ. എന്നാൽ നരകമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് മാത്രം കഴിയോ? ഇല്ല. അവിടെയാണ് നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ള, നമ്മുടെ യുക്തിക്കപ്പുറത്തുള്ള, നമ്മുടെ അറിവിനപ്പുറത്തുള്ള ചില അറിവുകളുണ്ട്. ആ അറിവുകൾ പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥം മുഖേന നമുക്ക് ലഭിക്കണം. അതിനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതിനാണ് അല്ലാഹു തആല വേദഗ്രന്ഥത്തെ നിയോഗിച്ചത്. ഈ വേദഗ്രന്ഥത്തിലൂടെ കിട്ടുന്ന അറിവാണിത് ശറഇയായ ഇൽമ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് ഈ പ്രപഞ്ചം അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു. മനുഷ്യന് ആ പ്രപഞ്ചത്തിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി എന്ന് പറയുന്ന ടൂൾസ് അല്ലാഹു തആല നൽകി. മറിച്ച് അതിനപ്പുറത്ത് അടുത്ത ജീവിതത്തിൽ അവൻ്റെ വിജയത്തിന്, ഹിദായത്തിന് വേണ്ട ആ ശറഉം അല്ലാഹു തആല നൽകി. ഇതൊക്കെ അല്ലാഹു മനുഷ്യന് നൽകിയത്. ഇതൊക്കെ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാൽ മനുഷ്യൻ അലാ ഇല്ലിയ്യിന്ന, ഉന്നതരിൽ ഉന്നതനായി ആ ഔന്നിത്യം നേടാനും, അത് ഉപയോഗിക്കാതിരുന്നാൽ അധമന്മാരിൽ അധമനായി അധപ്പതിക്കാനും ആ മനുഷ്യന് സാധിക്കും എന്നുള്ള ആലോചിച്ച് നോക്കുക. ഇനി അല്ലാഹു തആല നമുക്ക് നൽകിയ മറ്റൊരു ടൂൾസാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾക്കിപ്പം ഈ റൂട്ടിലൂടെയും പോവാം, ആ റൂട്ടിലൂടെയും പോവാം. അല്ലേ? ആവശ്യമുള്ളവർക്ക് കള്ളു കുടിക്കാം, വേണ്ടെങ്കിൽ കുടിക്കണ്ട. സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലേതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. എങ്ങനെ? രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാം. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഏത് രൂപത്തിലാണ്? ഒരു ഫിത്തറിയായ
പ്രകൃതിയാ തന്നെ അള്ളാഹുത്താല അവനെ ഏകദൈവ വിശ്വാസത്തിലാണ് മനുഷ്യനെ ഊട്ടപ്പെട്ടത്. എല്ലാ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ എന്താ, ആ ശങ്കരന്റെ കുട്ടിയായാലും ജോസഫിന്റെ കുട്ടിയായാലും മുഹമ്മദിന്റെ കുട്ടിയായാലും ജനിച്ചു വീഴുന്ന കുട്ടി എന്താണ്, യഥാർത്ഥ പ്യുവർ തൗഹീദിലാണ് അവന്റെ മനസ്സ് അള്ളാഹുത്താല ഘടിപ്പിക്കപ്പെട്ടുള്ളത്. അവന്റെ മനസ്സ് പറയുന്നത് എന്തായിരിക്കും, ഒരു ദൈവവിശ്വാസം അവന്റെ മനസ്സിൽ നിന്നിങ്ങനെ വരും. ആ ഏകദൈവ വിശ്വാസം ഉണ്ടാവും. അതാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കേണ്ടത്. മാമിൻ മൗലൂദിൻ, ഒരു കുട്ടിയും തന്നെ ഇല്ല, ഇല്ലാ യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ ആ ഫിത്രത്തിലാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുഹവ്വിദാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്. ഔ യുനസ്സിറാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ തീനാരാധിക്കുന്ന മജൂസിയാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആ സന്ദർഭത്തിൽ ആ ചുറ്റുപാടാണ്, മാതാപിതാക്കളടക്കുന്ന ചുറ്റുപാടാണ് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളയുന്നത്. ഓൻ്റെ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുമാണ് അവനെ തെറ്റിച്ച് കളയുന്നത്. അപ്പം ഏത് മനുഷ്യനും ഭൂമിയിൽ പിറന്നു വീണത് ഏകദൈവ വിശ്വാസത്തോടു കൂടിയാണ്. അത് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ടൂൾസാണ് ആ ഫിത്രത്ത് എന്ന് പറയുന്നത്. ആ ഫിത്രത്ത് ഉപയോഗിച്ചാൽ തന്നെ ഉന്നതങ്ങൾ കീഴടക്കാൻ അവന് സാധിക്കും എന്നുള്ള. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, മനുഷ്യന് ഉന്നതിയിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തൗഹീദ്. ആ തൗഹീദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥം മുഖേന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എന്തേ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മലക്കുകളുടെ പ്രത്യേകത എന്താ? മലക്കുകളുടെ പ്രത്യേകത എന്താ? പറഞ്ഞതേ അവർ ചെയ്യുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് ചെയ്യോ ഇല്ല. അവർ വേണ്ടാത്ത ഒന്നും ചെയ്യില്ല, പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ. എന്നാ മനുഷ്യനോ, അള്ളാഹു പറഞ്ഞതും ചെയ്യും, പാടില്ല എന്ന് പറഞ്ഞതും ചിലപ്പോൾ ചെയ്തു പോകും, ഇല്ലേ? അള്ളാഹു പറഞ്ഞു ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നു വ്യഭിചാരം ചെയ്യരുത്, അതിൻ്റെ യഥാർത്ഥമായ റൂട്ടിലൂടെ പോയി ആ ജോലി ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? വേശ്യാകേന്ദ്രം നടത്തുന്നു, ആ വൃത്തി നടത്തുന്നു. അപ്പോൾ അള്ളാഹ് പറഞ്ഞതിന് എതിരും ചെയ്യും. ആ രണ്ട് സ്വാതന്ത്ര്യവും, രണ്ട് റൂട്ടിലൂടെയും പോകാൻ മനുഷ്യൻ അള്ളാഹു സ്വാതന്ത്ര്യം. എന്തിനാ ഈ സ്വാതന്ത്ര്യം നൽകിയത്? എന്തിനാ? അള്ളാഹ് നിർബന്ധിച്ചാൽ പോരെയെന്ന്, അതാട് ചെയ്യണം ഇത് ചെയ്യരുതെന്ന്. അങ്ങനെയുള്ള ഒരു ടൂൾസോനെ നൽകിയാൽ മതിയായിരുന്നില്ലേ? എന്നാ സ്വർഗം കിട്ടൂലേ? അതിലൊരു യുക്തി എന്താ? അങ്ങനെ ഒരു ഇതാണ് ചെയ്തതെങ്കിൽ പിന്നെ ഈ നരകം സ്വർഗത്തിന്റെ ആവശ്യമുണ്ടോ? ആലോചിച്ച് നിങ്ങള്, ഉണ്ടോ? അള്ളപ്പോ എല്ലാ മനുഷ്യരെയും നന്മ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ഇത് മാത്രം ഓന് നൽകി. തിന്മ എന്ന് പറഞ്ഞാൽ ഓനെ അറിയില്ല. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലോ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആവശ്യമുണ്ടോ? വിചാരണയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അങ്ങോട്ടും സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് ആ രൂപത്തിൽ. അവൻ നരകത്തിന്റെ അവകാശിയാണോ സ്വർഗത്തിന്റെ അവകാശിയാണോ? ആ സ്വർഗത്തിന്റെ അവകാശിയായി ഉയരാൻ മനുഷ്യന്റെ ബുദ്ധിയും, മനുഷ്യൻ അള്ളാഹുവിന് താഅത്ത് ചെയ്യുമ്പോൾ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് ഉയരാനും, അതേപോലെ അള്ളാഹുവിന് താഅത്ത് ചെയ്യാതെ അനുസരണക്കേട് പ്രവർത്തിക്കുമ്പോൾ ആ നരകത്തിലേക്ക് അധപ്പതിക്കാനും ആപ്പതിക്കാനും മനുഷ്യന് സാധിക്കും. അതാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പൊ തൗഹീദുള്ള ഒരു വ്യക്തി ആ സ്വർഗം ലഭിക്കാൻ, അത്രമാത്രം ഉയരാൻ, ആ തൗഹീദ് ഇല്ലാത്ത വ്യക്തി നരകത്തിൽ ആപ്പതിക്കാനും കാരണമാകും. ഈ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനി നരകത്തിലേക്ക് ആപ്പതിക്കുന്ന ഏറ്റവും പ്രധാന കാരണം എന്താ? ഏതാ? ഷിർക്കാണ്, അല്ലേ? ഷിർക്കാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് കാണുന്ന ഒരുപാട് ഷിർക്കിന്റെ കോലങ്ങളുണ്ട്. അള്ളണ്ട് എന്നൊക്കെ പറയും, അതോടൊപ്പം എന്ത് ചെയ്യും? പിന്നെ ജീലാനിയെയോ ഇന്നാലിന്ന ഫുലാനെയോ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്താണെങ്കിൽ അബ്ബാസ് റളിയല്ലാഹുവിനെയോ അല്ലെങ്കിൽ ഫാത്തിമ ബീവിയോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ഷിർക്ക് അത് ഇന്ന് അതിനേക്കാൾ കൂടുതലാണ്. ഈ ഷിർക്ക് അവിടെ അങ്ങനെ തുടങ്ങി എണ്ണിയാലൊതുങ്ങൂല, അല്ലേ? ഇതൊക്കെ എന്താവും? മനുഷ്യന് പിന്നെ
അധപ്പതിച്ച് നരകത്തിലേക്കെത്താൻ അത് സാധിക്കും. അതാണ് സുമ്മറദനാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു അർത്ഥം. ഇനി നോക്കി നിങ്ങൾ, ഇങ്ങനെയൊക്കെ ശിർക്ക് ചെയ്തിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകണ ആ വായുവോ അല്ലെങ്കിൽ പിന്നെ ആ ഭക്ഷണമോ തടഞ്ഞു വെക്കുന്നുണ്ടോ? എത്രമാ പിന്നെ അള്ളാഹുവിനേക്കാൾ ക്ഷമയുള്ള ഒരാളെയും മറ്റൊരാളെ കാണാൻ പറ്റൂല എന്നാ. കാരണം ഈ മുശ്രിക്ക് അള്ളാഹ് പടച്ചു വിട്ട ഈ മനുഷ്യന്മാർ അള്ളാഹുവിന് ഇങ്ങനെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് ചേർത്തിട്ടും അള്ളാഹുവിൻ്റെ വായു അള്ളാഹു തടഞ്ഞു വെക്കില്ല. അള്ളാഹുവിൻ്റെ മറ്റ് സൗകര്യങ്ങളൊന്നും അള്ളാഹു തടഞ്ഞു വെക്കുന്നില്ല. അവൻ്റെ സമ്പത്തും രിസ്ക്കും ഈ മനുഷ്യന് തടഞ്ഞു വെക്കുന്നില്ല. അപ്പം എത്ര കാരുണ്യവാനാണ് അള്ളാഹു. ആലോചിക്കുക റഹ്മാനുർ റഹീം. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെ പോകുമ്പോൾ അത് പഠിച്ചുകൊണ്ട് ആ ഉയരാനും അത് പഠിക്കാതിരിക്കുമ്പോൾ പിന്നെ അത് ആപതിക്കാനും നരകത്തിലേക്ക് ആപതിക്കാനും അത് കാരണമാകുന്നതാണ്. പിന്നെ മനുഷ്യനെ അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു കാരണം സത്യത്തിൻ്റെ പാന്താവിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതിൽ ഉറച്ചു നിൽക്കാഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യൻ പിന്നെ അധപ്പതിക്കും എന്നുള്ള തെളിവെന്താ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ മരണവേളയിൽ വന്ന് തന്നെ പറയും എന്താ? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. വഅബ്ശിറൂ, നിങ്ങൾ സന്തുഷ്ടരാകുക, ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷഭരിതരാകുക എന്ന് മലക്കുകൾ മരണസമയത്ത് തന്നെ അവരെ സന്തോഷ വാർത്ത അറിയിക്കുന്ന. അപ്പം ഇവിടെ അള്ളാഹ് അതിനുള്ള പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അഥവാ തൗഹീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ആളുകളെ ആ മരണത്തോടു കൂടി തന്നെ അള്ളാഹു ഉന്നതനാക്കുകയും അല്ലാത്ത ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചേർത്തവരെ അള്ളാഹു തആല എന്ത് ചെയ്യും? വീണ്ടും ആ പിന്നെ വലാലത്തിലേക്ക് മടങ്ങിയ ആളുകളെ പിന്നെ ആദ്യം തൗഹീദുണ്ടായി, പിന്നെ തൗഹീദില്ലാതെ വീണ്ടും കുഫറിലേക്കും ശിർക്കിലേക്കും വന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധപ്പതിപ്പിക്കുകയും ചെയ്യും എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ പോലും ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അധപ്പതനം, തൗഹീദിൽ നിന്നുള്ള മാറ്റം, അതൊക്കെ ആ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് മനുഷ്യരിൽ കാണുന്ന അധപ്പതിക്കാനും ഉയരാനുള്ള ഒരു കാരണം, മനുഷ്യൻ ഉയരാനുള്ള ഒരു കാരണം, ഓനെപ്പോഴും അവന് നിന്ദ്യത ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപമാനം ഉണ്ടാകുന്ന കാര്യം അവന് ശ്രദ്ധിക്കാത്തതാണെന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യന് ഏറ്റവും അപമാനം ഉണ്ടാകുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആനിനെ പിന്നെ വിൽപ്പന ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള പിന്നെ ഹുക്കുമുകളും അതിലുള്ള കാര്യങ്ങളും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളത് മനുഷ്യനെ അധപ്പതിക്കാനുള്ള ഒരു പിന്നെ കാരണമാണ് എന്നുള്ളതാണ്. തെളിവെന്താ? ലാ യസ്തറൂന ബി ആയാത്തില്ല, യഥാർത്ഥ മുവഹിദുകളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിൽപ്പന നടത്താത്തവരാണ് അല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ വിൽപ്പന നടത്തുക എന്നോട് ഉദ്ദേശിക്കണം എന്താ? അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ ഒഴിവാക്കി നടക്കുന്ന ഒരു രീതി. ദീനിൻ്റെ പല കാര്യങ്ങളും ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ഉയരാനും അതേപോലെ അധപ്പതിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പ്രവാചകൻ്റെ ഹദീസിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ മനുഷ്യന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധമാണ് ഇസ്സത്ത് എന്ന ബോധം. ആ ഇസ്സത്ത് എങ്ങനെ നമുക്ക് ശരിക്ക് കിട്ടുക? അത് ദീനുൽ ഇസ്ലാം ദീൻ നമ്മൾ സ്വീകരിക്കുമ്പോഴേ യഥാർത്ഥ ഇസ്സത്ത് നമുക്ക് ലഭിക്കുള്ളൂ. ആ ഇസ്ലാം ദീൻ്റെ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പിന്നെ ഒഴിഞ്ഞു മാറിപ്പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? ഇസ്സത്ത് കിട്ടൂല എന്ന്. നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ തന്നെ പോകുമ്പോൾ നമുക്ക് ഇസ്സത്ത് കിട്ടൂല. എന്നാൽ ആ ദുനിയാവ്
പിന്നെ വല്ലാതെ അതിൻ്റെ പിന്നാലെ കൂടാതെ അതോടൊപ്പം ദീനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇസ്സത്ത് ലഭിക്കുന്ന. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്. യസീദ് ബിൻ മുഹല്ലബ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അയാൾക്ക് ജോർജാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സമ്പത്ത് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരു വില പിടിച്ച പിന്നെ കിരീടം, താജും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആ ഭരണാധികാരി യസീദ് ഇത് തൻ്റെ നായകൻ പിന്നെ പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത കൂട്ടത്തിൽ ഈ താജ്, സ്വർണ്ണ കിരീടം എന്ന് പറയുന്ന വില പിടിച്ച ആ കിരീടം പിന്നെ മുഹമ്മദ് ബിൻ വാസി എന്ന് പറയുന്ന പട്ടാളക്കാരന് കൊടുത്തു. ആ പട്ടാളക്കാരൻ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനത് എടുക്കണില്ല. അപ്പോൾ ആ ഭരണാധികാരി, ഞാൻ ഇത് നിങ്ങൾക്ക് പട്ടാളക്കാർക്ക് വിഭജിച്ച് കൊടുത്തതാണ്. ആ വിഭജനത്തിൽ എൻ്റെ പിന്നെ കിസ്മാക്കിയതിൽ നിങ്ങൾക്കാണ് ആ ഓഹരി കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എടുക്കണം എന്ന് ഭരണാധികാരി പറഞ്ഞപ്പോൾ അയാൾ അത് എടുത്തുകൊണ്ടുപോയി. ഇനി ഈ മനുഷ്യൻ മുഹമ്മദ് ബിൻ വാസി എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരി അയാളുടെ പിന്നാലെ ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി അയച്ചു. അപ്പോൾ വഴിയിലൊരു യാചകൻ ഇങ്ങനെ വരികയാണ്. ആ യാചകന് ഈ വില പിടിച്ച കിരീടം എടുത്തു കൊടുത്തു. യാചകൻ ചോദിച്ചു, യാചകൻ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് എടുത്തു കൊടുത്തു എന്നുള്ളതാണ്. അപ്പം നോക്കി നിങ്ങൾ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ്. എന്നിട്ട് ആ ഭരണാധികാരി എന്ത് ചെയ്തു? ആ യാചകന് കൊടുത്ത ഈ കിരീടം, ഭരണാധികാരിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇതാണ് കിരീടം എന്ന് പറയുന്നത്, താജ് എന്ന് പറയുന്നത്. ഇത് ആ ഭരണാധികാരി യാചകനോട് വാങ്ങുകയും മറ്റിയാൾക്ക് കിട്ടിയ എല്ലാ സമ്പത്തും യാചകന് കൊടുക്കുകയും ചെയ്തു എന്ന് ആ ചരിത്രത്തിൽ ബിദായ നിഹായ എന്ന ഇബ്നു കസീറിൻ്റെ ആ ചരിത്ര പുസ്തകത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. ഇവിടെ ഞാനിത് പറഞ്ഞത് എന്തിനാ? ഒരു മനുഷ്യൻ ദുനിയാവിനോടുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ ഓന് എത്ര കിട്ടിയാലും, ഏത് കിരീടം കിട്ടിയാലും ഓന് തയ്യില്ല. എന്നാൽ ദുനിയാവിൻ്റെ പിന്നിൽ ആർത്തി ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു ഇസ്സത്ത് ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ബിൻ വാസിന് യഥാർത്ഥത്തിൽ ആ മനസ്സിൻ്റെ ധന്യത, എനിക്ക് മറ്റുള്ളവൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? ഞാൻ സമ്പാദിച്ചത് മതി എനിക്ക്. അത് 10 ദീനാറാണെങ്കിൽ ആ 10 ദീനാറ് മതി, അല്ലേ? മറ്റവൻ്റെ അവകാശം എനിക്ക് ആവശ്യമില്ല എന്ന ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവും. മറിച്ച് 100 ദീനാറിന് കിട്ടണ ഞാൻ 10 ദീനാറുള്ള എൻ്റെ അടുത്തും 5 ദീനാറുള്ള എൻ്റെ അടുത്തും ഓൻ്റെ ഒക്കെ എൻ്റെ പോക്കറ്റിലാവുമ്പോൾ എനിക്കെപ്പോഴും ദാരിദ്ര്യം എന്ന ചിന്തയാണ് ഉണ്ടാവുക. ഫക്കർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും തികയാത്ത ആ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന ആ ചിന്തയുണ്ടാകുമ്പോൾ ഒരിക്കലും ആ മനുഷ്യൻ എന്തുണ്ടാവില്ല? ഇസ്സത്ത് ഉണ്ടാവില്ല. കിട്ടിയത് കൊണ്ട് സംതൃപ്തനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇസ്സത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർള്, ദുനിയാവിലെ വിഭവങ്ങൾ വർദ്ധിക്കുന്നതിലല്ല യഥാർത്ഥ ധന്യത എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിലുള്ള ധന്യത. ആ കിട്ടിയോണ്ടുള്ള സംതൃപ്തി, അതാണ് ഏറ്റവും വലിയ ധന്യത എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ദുനിയാവ് ജീവിക്കുമ്പോൾ ഒരു ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ മറ്റവൻ്റെ ഒക്കെ എൻ്റെ പോക്കറ്റിലാക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? ഒക്കെ പോക്കറ്റിലാക്കുകയും ചെയ്യും, നമുക്ക് ഉപകാരപ്പെടാതെ നമ്മൾ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുകയും ചെയ്യും. ഇതാണ് പലതും ഉണ്ടാവുക, അല്ലേ? ആപ്പിൾ എൻ്റെ ഓണറില്ലേ, എന്താ അയാളെ പേര്? അയാൾ പറഞ്ഞ വാക്ക് കേട്ടിരുന്നു നിങ്ങളൊരിക്കൽ? അയാൾ ചരിത്രം പഠിച്ചു നിങ്ങൾ? ഇല്ല. 56-ാമത്തെ വയസ്സിൽ അയാൾക്ക് ക്യാൻസർ പിടിക്കണം, അല്ലേ? നോക്കിയേ നിങ്ങൾ, 56-ാമത്തെ ആ ക്യാൻസർ പിടിച്ച് വിട പറയാൻ പോണ രംഗത്ത് അയാൾ പറയുന്നുണ്ട്, അയാൾക്ക് എത്രയോ 1,00,000 കോടി എത്രയോ ആണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, എനിക്ക് ഞാൻ മറന്നുപോയി. ഇന്ത്യൻ മണിയാണെങ്കിൽ 1,00,000 കോടി മണി എന്തുണ്ട്? ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ട് അയാൾക്ക്. അങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ 56-ാമത്തെ വയസ്സിൽ ദുനിയാവിനോട് വിട പറയുമ്പോൾ അയാൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ ഒരിക്കലും നിങ്ങൾ സമ്പത്തുണ്ടാക്കാനല്ല പഠിപ്പിക്കേണ്ടത്, മക്കളെ സമ്പാദിക്കാനല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, മറിച്ച് മക്കളെ ജീവിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കാരണം
ഏറ്റവും വലിയ സമ്പത്തിൻ്റെ പിന്നാലെ പോണ മനുഷ്യൻ എന്തുണ്ടാവില്ല, ഓൻ യഥാർത്ഥത്തിൽ ഈ 10-60 കാലഘട്ടത്തിൽ ജീവിതം കിട്ടൂല. എങ്ങനെ ജീവിതം കിട്ടൂല? മക്കൾ തന്നെ ഓനോട് ഒരിക്കൽ ചിരിച്ചിട്ടുണ്ടാവില്ല. രോഗിയായപ്പം, ക്യാൻസറായപ്പം മക്കൾക്ക് വന്ന് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിനേക്കാൾ വലിയ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് മക്കൾ. പേരമക്കൾ അതിനേക്കാൾ പിന്നാലെ ഓടുകയാണ്, ദുനിയാവിൻ്റെ പിന്നാലെ ഓടുകയാണ്. പിന്നെ ഇയാളെ നോക്കാൻ സമയം ഉണ്ടാവുമോ? അപ്പം യഥാർത്ഥത്തിൽ മക്കളെ പഠിപ്പിക്കേണ്ടത് പിന്നെ ജീവിതമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, സമ്പത്തിൻ്റെ പിന്നാലെയല്ല എന്നാ. അല്ലേ? ആലോചിച്ചു. ഇനി ഇയാൾക്ക് തന്നെ സമ്പത്തിട്ടിയ അയാളിപ്പോൾ വലിയ ക്വാളിഫൈഡ് ആയിട്ടാ? അയാൾക്ക് എന്താ ഉള്ളത്? ആപ്പിളിൻ്റെ ഇതിനെന്താ ഉള്ളത്? എന്തിനാളെ പേര് പിന്നെ പറഞ്ഞു, സ്റ്റീഫനോ? അയാൾക്ക് എന്താ ഉള്ളത്? ഡിഗ്രി പൂർത്തിയാക്കിയില്ല. അയാൾ ഡിഗ്രി പൂർത്തിയാക്കാത്ത മനുഷ്യനാണ്. ആ പൂർത്തിയാക്കാത്ത മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലാഹു നൽകിയത്. അപ്പം സമ്പത്ത് എന്തല്ല, യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു ഇതല്ല, മറിച്ച് ജീവിതം എന്ന് പറയുന്നത്, ഇസ്സത്ത് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. സമ്പത്തിൻ്റെ പിന്നാലെ പോയാൽ യഥാർത്ഥ ഇസ്സത്ത് കിട്ടില്ല. അള്ളാഹ് പഠിപ്പിക്കണ ഒരു ഇതുണ്ട്, കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക എന്താണ് മൻ തശാ, അല്ലേ? വതൻസിഉൽ മുൽക മിമ്മൻ തശാ, പിന്നെ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നോക്കി നിങ്ങൾ അവിടെ അള്ളാഹ് ഉപയോഗിക്കുന്ന ഒരു എവിടെ ഈ ആയത്തോ? അത് ആലിമ്രാനിലെ ഒരു ആയത്താണ്. എന്തോ ഞാൻ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അവതരണ ഹേതോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും അത് മഗ്‌രിബിന് ഓതാൻ പറഞ്ഞതായിട്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും നോക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഈ ആയത്ത് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നത്, പിന്നെ അല്ലാഹു തആല മാലിക്കുൽ മുലൂക്ക്, പിന്നെ അല്ലാഹുമ്മ കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, അള്ളാഹുവെ നീ ആധിപത്യം നീ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു. പിന്നെ പറയാ നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആധിപത്യം എടുത്തു മാറ്റുന്നു. പിന്നെ നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് നൽകുന്നു, നീ ഉദ്ദേശിച്ചവരെ നിന്യരാക്കുന്നു. അവിടെ അള്ളാഹു യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസ് ആധിപത്യവും പിന്നെ രാജാധിപത്യവും ഇസ്സത്തും രണ്ടും നൽകുന്നു എന്ന് പറയാതെ, ഒരേ ഇതിൽ പറയാതെ രണ്ടിനെയും അള്ളാഹു തആല വേർതിരിച്ചെന്താ, ആധിപത്യം എന്ന് പറയുന്നത് മറ്റൊന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് കിട്ടൂല, ഒരു ധന്യത കിട്ടൂല. അപ്പം അല്ലാഹു തആല ഇസ്സത്ത് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ആ രണ്ടും വേർതിരിച്ചു വരും. ശരിക്കും ഇപ്പം ആ സെൻറ്റൻസ് എന്ത് പറഞ്ഞാൽ മതി, നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്തും മുൽക്കും നൽകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഷോർട്ടായി. പക്ഷെ അങ്ങനെ ഷോർട്ടാക്കാതെ അല്ലാഹു തആല രണ്ടും വേർതിരിച്ച് പറഞ്ഞെന്താ, യഥാർത്ഥത്തിൽ ഇസ്സത്ത് എന്ന് പറയുന്നത് മറ്റൊന്ന് തന്നെയാണ്, അത് സമ്പത്ത് മൂലം കിട്ടുന്നതല്ല. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണുന്നത്. അപ്പം ആ മുൽക്കിനെയും ഇസ്സത്തിനെയും അല്ലാഹു വേർതിരിച്ച് പറയാനുള്ള കാരണം അതാണ്. കാരണം മുൽക്കുള്ള ഒരാൾക്ക് ചിലപ്പം ഓനോൻ്റെ പിന്നെ രാഷ്ട്രീയം, ഓനോൻ്റെ ജാഹ്, ഓൻ്റെ സ്ഥാനം, മാനം അതൊക്കെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി പലതും ചെയ്യും. ചിലപ്പോൾ ആ മുൽക്ക് അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ സ്ഥാനം നഷ്ടപ്പെട്ട ഓനെ പിന്നെ ആരും മെയിൻ്റ് ചെയ്യോ? ഇല്ല. ഓൻ വളരെ നിന്യനാ. ഓൻ്റെ ആ പിന്നെ ആ സമയത്ത് ഓൻ്റെ ആ പ്രധാനമന്ത്രിയാണ് സമയത്ത് ഓൻ എന്തെങ്കിലും ധിക്കാരം വിളിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അവനെ ചവിട്ടി താത്തും, അത്ര നിന്യരാവും. എന്നാൽ ഇസ്സത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇസ്സത്തുള്ള ഒരാൾ ഓൻ ധന്യനാകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഓൻ എന്തുണ്ടാവും, ഇസ്സത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം എന്തിനാപ്പം ആ ഇസ്സത്തിനെ പറ്റി പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അല്ലാഹു തആല നമ്മളെ ഉന്നതിയിലേക്ക് ഉയർത്തുക. ആ ഇസ്സത്ത് എപ്പം നഷ്ടപ്പെടുന്നുവോ നമ്മളിൽ അധമന്മാരാകും എന്നുള്ളതാണ്. ആലോചിച്ചു, പലരും കാണുമ്പോൾ പ്രകടമായി വളരെ ഇസ്സത്തുള്ളവനാണെന്ന് തോന്നും, പക്ഷേ അകത്തളത്തോ ഒരു ഇസ്സത്തും അവനുണ്ടാവൂല. അങ്ങനത്തെ എത്ര ആളുകളെ കാണാം, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നെ മദീനയിൽ ജീവിക്കുമ്പോൾ അവർ വലിയ പണക്കാരൊന്നുമല്ല. അവിടെയുള്ള ജൂതന്മാരോ അവരൊക്കെ വലിയ പണക്കാരുമാണ്. അപ്പോൾ ആ ജൂതന്മാർ പറയുന്നുണ്ട്,
ഞങ്ങൾ മദീനേക്ക് ഇങ്ങോട്ട് വന്നാൽ അവിടെയുള്ള നിന്യരായ ആളുകളെ മദീനയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ആരെ ഉദ്ദേശിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഉദ്ദേശിച്ച. യഥാർത്ഥത്തിൽ ആ മദീന പിന്നെ ആരുടെ കീഴിൽ വന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വരികയാണ് അല്ലേ? അപ്പം ആ പണം കൊണ്ടല്ല പ്രവാചകന് ഇസ്സത്തുണ്ടായത്. യഥാർത്ഥത്തിൽ ആ വിശ്വാസമാണ്, ആ പിന്നെ ഈമാനാണ് യഥാർത്ഥത്തിൽ പ്രവാചകനും സഹാബത്തിനും അള്ളാഹു ഇസ്സത്ത് നേടിക്കൊടുത്തിട്ടുള്ളത് എന്ന് ആ സംഭവവും നമ്മെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സലഫുസാലികളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അള്ളാഹു മഇസ്സനി ബി ത്വാഅതിക വലാ തുസില്ലനി ബി മഅസിയതിക എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവെ നിന്നെ താഅത്ത് ചെയ്തുകൊണ്ട്, നിന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഇജ്ജത്ത് തരണമേ. അള്ളാഹുവെ നിനക്ക് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് മാസ്യത്ത് ചെയ്തുകൊണ്ട് ഞങ്ങളെ നിന്യനാക്കല്ല റബ്ബേ എന്ന് സലഫുസാലികൾ പ്രാർത്ഥിക്കുന്നതായി കാണാൻ സാധിക്കും എന്നുള്ള. അപ്പം ആ ഇജ്ജത്ത് എന്ന് പറയുന്ന അതിലൂടെ ദുനിയാവിലും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാനം ഉയർത്തും. നമ്മൾ പിന്നെ ദുനിയാവിൻ്റെ പിന്നാലെ മാത്രമാണ് പോണതെങ്കിൽ അത് അധപ്പതനത്തിൻ്റെ ഒരു കാരണമാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞു. ഇനി ആ അസ്ഫല സാഫിലിൽ ഉൾപ്പെടാത്ത ഒരു വിഭാഗമാണേത്? ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ പങ്കുകൊടുക്കാനോ 10 ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തു വരും. എന്താ അപ്പോൾ ഇവിടെ അത് പറയാനുള്ള കാരണം? ഉന്നതിയിലെത്താൻ, ഔന്നത്യത്തിലെത്താൻ, സ്വർഗം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിശ്വാസവും വേണം, സൽക്കർമ്മങ്ങളും വേണം. വിശ്വാസം ഇല്ലെങ്കിൽ സ്വർഗം കിട്ടുമോ? ഇല്ല അല്ലേ? ഒരു അമലുസാലിയാത്ത് എപ്പോഴാണ് അമലുസാലിയാത്ത് ആവണത്? അമലുസാലിയാത്ത് ആവണത് അതിൽ വിശ്വാസം വേണം അല്ലേ? വിശ്വാസം വേണം. പിന്നെ ഒരു അമലുസാലിയാത്ത് ആവണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് മുസ്ലിം ആവണം അഥവാ ഒരു മുഅ്മിനാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയ കാലഘട്ടത്ത് അയാൾ കുടുംബബന്ധം ചേർത്തിയിരുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഫഹൽ ദാക നാഫിഹു, ആ പ്രവർത്തനം ഇങ്ങനെ ഇയാൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്തു, ആ പ്രവർത്തനം അയാൾക്ക് ഉപകാരപ്പെടുമോ നബി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫഉ, അയാൾക്കൊരു ഉപകാരപ്പെടൂല. കാരണം എന്താ? ഇന്നഹു ലം യകുൽ യൗമൻ, ഒരു ദിവസം പോലും അയാൾ എന്ത് പറഞ്ഞിട്ടില്ല? റബ്ബി ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പുനരുദ്ധാന നാളിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ദുനിയാവിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പിന്നെ സൊസൈറ്റികളും ആളുകളും വ്യക്തികളും ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ അത് ദുനിയാവിൽ മാത്രമേ അവർക്ക് ഉപകാരപ്പെടൂ. പരലോകത്ത് ഉപകാരപ്പെടെങ്കിൽ എന്ത് വേണം? വിശ്വാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞെന്താ? ഇല്ലല്ലദീന ആമനു, വിശ്വാസം വേണം. ആ തൗഹീദിലുള്ള വിശ്വാസം വേണം, അള്ളാഹുവിലുള്ള വിശ്വാസം വേണം, പരലോകത്തുള്ള വിശ്വാസം വേണം. ആ വിശ്വാസം ഇല്ലാതെ ഒരു പ്രവർത്തനവും പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നാളെ പരലോകത്ത് സ്വർഗം ആ ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. അവിടെ നിങ്ങൾ എന്താവും? അധമന്മാരിൽ അധമനാകും. എന്ത്? വിശ്വാസവും സൽക്കർമ്മം കൊണ്ട്. ഇനി എന്തിനാ രണ്ടും കൂടി അന്വരിച്ച് പറഞ്ഞത്? ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ഇങ്ങനെ അള്ളാഹ് ഉണ്ട്, ആരാ ആകാശഭൂമി സൃഷ്ടിച്ചത്? അത് അള്ളാഹുവാണ്. ആരാ മഴ വർഷിപ്പിക്കണം? അപ്പം അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവും അല്ലേ? ചിലർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവും, പരലോകത്തുള്ള വിശ്വാസം ഉണ്ടാവില്ല. അതാരാ? മക്കായിലെ മുശ്രിക്കുകൾ. അവരുടെ വിശ്വാസം എന്താ? പിന്നെ സൃഷ്ടാവാരാണ്? ഖാലിഖു സമാവാത്ത് ആരാണ്? അള്ളാഹ് അല്ലേ? റാസിക്കാരാണ്? അള്ളാഹു. ഇങ്ങനെ മഴ വർഷിപ്പിക്കണാരാ? അള്ളാഹു. പക്ഷേ അവർക്ക് എന്തില്ല? അതേ അള്ളാഹു എന്ന അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള മക്കായിലെ മുശ്രിക്കുകൾ പറയുന്നത്, മരിച്ചു മണ്ണായി തുരുമ്പായി പോയാൽ വീണ്ടും ഒരു പുനർജീവിതമോ? ഇതാ മുഹമ്മദ് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണില്ല. കാരണം എന്താ? അത് അവരുടെ ബുദ്ധിക്കപ്പുറം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ബുദ്ധിക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പരലോകം എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ട് മാത്രം പറ്റില്ല. അത് നക്കലിയായിട്ട് കിട്ടും, വഹി മുഖേന ലഭിക്കേണ്ട അറിവാണ്. അതിൽ വിശ്വസിക്കുമ്പോഴേ അത് എന്തുണ്ടാവുള്ളൂ? പിന്നെ
ഇനി പരലോകമുണ്ട് എന്നെങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് എങ്ങനെ കണ്ടെത്തുക? ശരിയായ ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരാൾ പഠിച്ചാൽ, ഇപ്പം ഭൂമിനെപ്പറ്റി പഠിക്കുക, ഭൂമിയെപ്പറ്റി പഠിക്കണ സൂര്യനെ പറ്റി പഠിച്ച ഒരു ശാസ്ത്രജ്ഞൻ എന്തു പറയുന്നുണ്ട്? ഇത്ര വർഷം, ഇത്രയോ കോടി വർഷം, അല്ലേ? എന്താണ് ആ പാലക്കാട്ടുകാരൻ്റെ പേരെന്താ? ശാസ്ത്രജ്ഞൻ്റെ പേരെന്താ? ഒരു ഹിന്ദു ഇല്ലേ, മറന്നു കഴിഞ്ഞാൽ, മാധവനോ എന്തോന്നാണ് അയാൾ പറയും, അയാളോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചോദിക്കണ്ട? ഈ സൂര്യൻ കെട്ടുപോകുമോ, ഇത് നശിച്ചു പോകുമോ? അയാൾ എന്ത് പറയണ്ട? അത് കത്തി അതിൻ്റെ ഇന്ധനം തീർന്ന് അതൊക്കെ പിന്നെ ആകെ ക്ഷയിച്ചു പോകും എന്ന് അയാൾ പറയുന്നുണ്ട്. അയാളുടെ പഠനത്തിലൂടെ കണ്ടെത്തി അയാൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നുണ്ട്? ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ അശാറു ഉത്തിലത്. നോക്കി നിങ്ങൾ, എന്താ ഇതാന്ന് പറഞ്ഞാൽ? ഇദശംസു കുവ്വിറത്, സൂര്യൻ അതിൻ്റെ പ്രകാശം ഒക്കെ കവർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രകാശം പോവും. അപ്പം അതൊക്കെ തരിപ്പണമായി പോണ ഒരു ദിവസം ഉറപ്പായിട്ടും വരുന്ന. എന്താ ഇസയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹ് ഉപയോഗിച്ചത് ഇസാന്ന, അല്ലേ? നമ്മൾ ഇതാന്ന് പറഞ്ഞാൽ എന്താ? ഇതാന്ന് പറഞ്ഞാൽ എന്താ? ആൽ എന്നാണ് നമ്മൾ അർത്ഥം. ഇൻ പറഞ്ഞാലോ ഇൻ തദ്ഹബ് ഇല സൂഖ് തഹ്സിൽ ഫാക്കിയ. നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് മീൻ കിട്ടും, അല്ലേ? അവിടെ ഇൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ മീൻ കിട്ടും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കിട്ടും, സാധനം കിട്ടും, അല്ലേ? അപ്പം ഇൻ ഉപയോഗിക്കുമ്പോൾ പോവാനും മാർക്കറ്റിൽ പോയാൽ തന്നെ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. എപ്പോഴും കിട്ടിക്കോളണമെന്നുണ്ടോ? അതിനാണ് ഇൻ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പരലോകത്ത് സംഭവിക്കണ ആകാശങ്ങൾ തകർന്നു വീഴുക, നക്ഷത്രങ്ങൾ തകർന്നു വീഴുക, സൂര്യൻ കവർ ചെയ്യപ്പെടുക, അതിൻ്റെ പ്രകാശം കെട്ടുപോവുക, ഇത്തരം പരലോകത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നിടത്ത്, അലാമത്ത് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ഇതാ എന്നുള്ള പ്രയോഗമാണ്. ഇതാ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പ്രത്യേകത ഉണ്ട്. ഇത പറഞ്ഞാൽ 100% ഉറപ്പാ, ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അല്ല പറയാ ഇത ഉപയോഗിച്ചിട്ടാണ് അല്ല പറയുക. എന്നാൽ ഇൻ ഉപയോഗിച്ചിട്ടാണ് അല്ല പറഞ്ഞതെങ്കിലോ ആവാനും ആവാതിരിക്കാൻ, അല്ലേ? ഇൻ ജാഅക്കും ഫാസിക്കും ബിനബഇൻ ഫതബയ്യനു. ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത് പറയുന്നുണ്ട്, അല്ലേ? ഒരു അധർമ്മകാരിയായ മനുഷ്യൻ ഏതെങ്കിലും ഒരു വാർത്തയായിട്ട് വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹ് ഉപയോഗിച്ചത് ഇൻ എന്ന പ്രിപ്പോഷനാണ്. ആ ഇന്ന് പറഞ്ഞാൽ അധർമ്മകാരി എപ്പോഴോ കൊണ്ടുവരണമെന്നില്ല, അല്ലേ? കൊണ്ടുവരാനും കൊണ്ടുവരാതിരിക്കാനും സാധ്യതയുണ്ട്. കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിജസ്ഥിതി അറിയണം. ഇതാ ഉപയോഗിക്കുന്നിടത്തോ ഉറപ്പായിട്ടും. അപ്പം എന്തിനാപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളോട്? അള്ള സൂര്യൻ്റെ വെളിച്ചം കെട്ടുപോകും, അത് തകർന്നു പോകും എന്ന് പറയുന്നിടത്ത് ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പോഷൻ ഇൻ ഇതാ എന്നുള്ള പദപ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടുണ്ടാകുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇന്ന് ശാസ്ത്രലോകം വിളിച്ചോതുന്നു, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. മതിയില്ലേ? ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.